ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കാർഡ് മേക്കിംഗ് ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പേപ്പർ ബാഗ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം മതി. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാർഡ്സ് ഉണ്ടാക്കാം. ഞാൻ ഈ ഒരു പേപ്പർ ബാഗ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് എനിക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും കാർഡ്സ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചെറുതും വലുതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ അയേൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എങ്കിലാണ് ആ ചുളിവുകളൊക്കെ നല്ലപോലെ പോയി കിട്ടും. പിന്നെ എടുത്തത് ഈ ഒരു വൈറ്റിൽ വരുന്നൊരു കാർഡ്ബോർഡാണ്. ഇത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. അത് ഞാൻ കളയാതെ വെച്ചിരുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു സൈസിലുള്ള ഒരു ഇതെടുത്തിട്ടുണ്ട് കാർഡ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് അതിനകത്ത് ഇതുപോലെയായിട്ട് സിമ്പിൾ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ കാർഡിൻ്റെ ആ ഒരു ഫസ്റ്റ് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് കേട്ടോ ഇത്. അപ്പോൾ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കൊരു കുഞ്ഞ് സ്നോമാനെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് കാർഡ്ബോർഡ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു കാർഡ്ബോർഡിൻ്റെ അകത്ത് നിന്ന് നമുക്ക് 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് വൈറ്റ് പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ക്യാപ്പും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു സ്നോമാനെ ആ ഒരു കാർഡിൻ്റെ ഫ്രണ്ട് പേജിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്നോമാൻ ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, പേപ്പർ സ്നോമാനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്പൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഗ്ലൂ വെച്ചിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു കാർഡിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് വൈബ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്നോമാനോ ക്രിസ്മസ് ട്രീയോ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുന്നത് അത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ഒരു പേപ്പർ ബാഗിൻ്റെ കളറോട് കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന കളേഴ്സാണ് ഈ വൈറ്റും റെഡൊക്കെ. വൈറ്റ് മെയിനായിട്ട് വൈറ്റ് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്നോമാനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ക്രിസ്മസ് ട്രീ നമ്മുടെ സ്നോ ഒക്കെ പോലെ ഉണ്ടാക്കി വെക്കാം. ഇനി നമുക്ക് സ്നോമാൻ ഒരു ഷോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് കളർ പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ നെക്കിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. ഈ സ്നോമാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, കണ്ണും മൂക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ മാർക്കർ എടുത്തിട്ട് കണ്ണും മൂക്കൊക്കെ നമുക്ക് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെ കയ്യിലുമുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കാർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കെച്ച് പെന്നായിരിക്കും എല്ലാവരുടെ കയ്യിലുണ്ടാവുക. എൻ്റെ കയ്യിൽ സ്കെച്ച് പെന്നില്ല, അതാണ് ഞാൻ മാർക്കർ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ കയ്യിലെ സാധനങ്ങളൊക്കെ മതി ഇങ്ങനെയൊരു കാർഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ നമ്മൾ അതുപോലെ സ്നോമാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ക്യാപ്പിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് വൈറ്റ് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ റെഡ് പേപ്പറിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വീഡിയോ കാണിക്കുന്ന വിധം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ലേസ് പോലെ നമുക്ക് കിട്ടും. ട്രയാങ്കിൾ ഷേപ്പാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയുള്ളത് കൊണ്ടാണ് കട്ട് ചെയ്യാൻ ഇത്തിരി പ്രയാസം. ഓക്കെ, അങ്ങനെ എങ്ങനെയോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു നല്ല അടിപൊളി ലേസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. അതായത് ഈ നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ ആ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായില്ലേ, അവിടെ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. ചില സൈഡിൽ കുറേ നമ്മൾ വെക്കുമ്പോൾ ആ ഒരു വളവ് വരുമല്ലോ, അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അപ്പം നല്ല ഭംഗിയില്ലേ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് കോഡ്സൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കാർഡ്ബോർഡിലാണ് കേട്ടോ ഇപ്പോൾ എഴുതുന്നത്. അപ്പോൾ കാർഡ്ബോർഡ് ആകുമ്പോൾ കുറച്ചുകൂടെ കട്ടിയുണ്ടാവും. നമ്മുടെ ഈ ഒരു പേപ്പർ ബാഗ് അധികം കട്ടിയില്ലാത്ത കാരണം ഉള്ളിൽ വെക്കുന്ന ഒരു കട്ടിങ്സ് ഇത്തിരി കട്ടിയുള്ളതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു കാർഡാണെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. ഓക്കെ, അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെന്നിൻ്റെ ആ ഒരു ഇങ്ക് തീർന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എന്നിട്ട് ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ടാണ് മെറി ക്രിസ്മസ് എഴുതിയത്. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഞാൻ ഗ്ലിറ്റർ പെന്ന് കൊണ്ട് ഒന്നുകൂടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ജസ്റ്റ് ഒരു ലൈനൊക്കെ ഇട്ട് കൊടുത്ത് അത് മാക്സിമം അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഉള്ളിൽ നല്ല സെൻട്രലായിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
ഇനി ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഉള്ളിലൊക്കെ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു റെഡ് കളറിൽ തന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ ഉള്ളിൽ ഞാൻ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഉള്ളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രീനും റെഡും ആണ് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്ലൂ ഓരോ ഡോട്ട് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഗ്ലിറ്റർ ഇട്ട് കൊടുത്ത് തട്ടിക്കളയുമ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി, ആ ഒരു ഗ്ലോ എഫക്റ്റ് വീഡിയോയിൽ കിട്ടാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ചെയ്തത് ആ ഒരു ഗോൾഡൻ ഗ്ലിറ്റർ പെൻ എടുത്തിട്ട് ആ ഒരു ഡോട്ടിലൊക്കെ ഒരു റൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് ബോളിൻ്റെ ഒരു എഫക്റ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ബോളിൻ്റെ എഫക്റ്റ് വന്നിട്ടില്ലെങ്കിലും എന്തോ ഒരു ഭംഗി അതിനുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തത് ആ ഒരു വൈറ്റ് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് ഫുള്ളായിട്ടൊരു ഡോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ബ്രഷില്ലേ, നമ്മൾ ബ്രഷിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അക്രിലിക് പെയിൻ്റ് എടുക്കുന്നതിന് പകരം നമുക്ക് വാട്ടർ കളർ യൂസ് ചെയ്യാം. അപ്പോൾ വാട്ടർ കളർ വൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അക്രിലിക് പെയിൻ്റാണ് ഇനി യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ റെഡ് മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ശരിക്കും നമ്മൾ നേരത്തെ പേപ്പർ കട്ട് ചെയ്ത് വെച്ച പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതും കൂടെ കൊടുത്തപ്പോൾ നല്ല അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ കൂടെ ആ ഒരു വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കാം. ദേ ഇപ്പം ഏകദേശം നമ്മുടെ കാർഡ് ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് മെറി ക്രിസ്മസും കൂടെ എഴുതി കൊടുക്കാം. ഇന്ന് എന്താണെന്നറിയില്ല, ഞാൻ എടുക്കുന്ന പെന്നിൻ്റെയൊക്കെ മഷി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മെറി ക്രിസ്മസ് എഴുതി മെറി കഴിയുമ്പോഴത്തേക്ക് തന്നെ പെന്നിൻ്റെ മഷി തീർന്നു. ഓക്കെ, ഞാൻ ഒരു പർപ്പിൾ ഗ്ലിറ്റർ പെന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഈ ഒരു കാർഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.